താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരിക്രമ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ഒന്ന് മാത്രം. ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നിവ സാഗർ പരിക്രമയുമായി ബന്ധമുള്ളവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവേർട്ട് ആണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശൂർ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലം. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽഡിയ, അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവയും കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ വായിച്ച് വിള ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഗോതമ്പാണ് വിളയിനം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ? സിന്ധു, നർമ്മദ, പെരിയാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി. രാമസുബ്രഹ്മണ്യം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കൈലാസ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ബംഗാളി. ഇന്ത്യ ഗവൺമെന്റ് രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2, 3 എന്നിവ ശരിയല്ല. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1956 നവംബർ 1 ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വി. പി. മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായത് കണ്ടെത്തുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, കോട്ടയം. HMT ലിമിറ്റഡ്, എറണാകുളം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പാ നദി. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി. തുഞ്ചൻ സ്മാരകം, തിരൂർ. കുഞ്ചൻ സ്മാരകം, കിള്ളിക്കുറിശി, മംഗലം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിശ്വദർശനം, G. ശങ്കരക്കുറുപ്പ്. മുത്തശ്ശി, N. ബാലാമണിയമ്മ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ, പുളിച്ചിമല. ചാലക്കുടി പുഴ, ആനമല. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഗോവ, കർണാടകം. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹിക സന്നദ്ധ സംഘടനാ സംവിധാനമാണിത്. ഈ സാമൂഹ്യ സംവിധാനത്തിന്റെ ഭരണസമിതിയിൽ തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, തൃശൂർ. നെയ്യാർ വന്യജീവി സങ്കേതം, തിരുവനന്തപുരം. 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ, തദ്ദേശ സ്വയംഭരണം. ഡോക്ടർ AR മേനോൻ, ആരോഗ്യം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, തിരുവനന്തപുരം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ, അഖില തിരുട്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം. നാടകങ്ങളും അവയുടെ രചയിതാവും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാട്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരും. തൈക്കാടയ്യ, സുബ്ബരായർ. ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി. TK മാധവൻ, KP കേശവമേനോൻ. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാരൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. മന്നത്തു പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് നായർ വൃത്യജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ആർദ്രം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം A. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശൂർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ. പവിത്ര, അന്നപൂർണ.
മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗം ഡയേറിയ, ടൈഫോയിഡ്, കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി 3, 4 എന്നിവ തെറ്റാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ചെന്തുരുളി വന്യജീവി സങ്കേതമാണ്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് തെറ്റ്. അലക്കുകാരം സോഡിയം, അതിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിലെ ആറ്റങ്ങൾ സോഡിയം, കാർബൺ, ഓക്സിജൻ. പഞ്ചസാര കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ്, കാർബൺ, ഓക്സിജൻ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം മഗ്നീഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? രാസവളത്തിന്റെ നിർമ്മാണത്തിന്, പാഴ്ജല ശുദ്ധീകരണത്തിന്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ. എന്തിന്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയേത്? ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനും സാധിക്കും. നെഗറ്റീവ് ആവൃത്തിക്ക് ഉദാഹരണം: ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി വീഴുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.